സ്ഥലം തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ. ആ വീട്ടിൽ താമസിക്കുന്നത് രണ്ടു പേർ മാത്രം. ഭർത്താവ് മുഹമ്മദും ഭാര്യ മൈമൂനയും. പതിവ് പോലെ ജോലിക്ക് പോയ മുഹമ്മദ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഭാര്യയെ വിളിച്ചു. കതക് തുറക്കാൻ വൈകിയപ്പോൾ അയാൾ വീണ്ടും വീണ്ടും വിളിച്ചു. പക്ഷെ മറുപടിയൊന്നുമില്ല, തുറക്കണമൊന്നും കണ്ടില്ല. അപ്പോഴാണ് കതക് പുറത്തു നിന്നും പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത്. സംശയം തോന്നിയ മുഹമ്മദ് അയൽവാസികളെ കൂട്ടി കതക് തകർത്തു ഉള്ളിൽ പ്രവേശിച്ചു. അവിടെ കണ്ട കാഴ്ച, മൈമൂന കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. പല സംശയങ്ങളും പലർക്കും തോന്നി. അതിലൊരാളാണ് പറഞ്ഞത്, ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ചു. അന്യസംസ്ഥാനക്കാർ പുതപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നവർ വീടുകളിൽ വന്നിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പോലീസ് ആ നിലക്ക് അന്വേഷണം ആരംഭിച്ചു. ചിലരെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തെങ്കിലും ശരിയായ വിവരങ്ങളോ പ്രതികളിലേക്കോ പോലീസിന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ഈ വാർത്ത പ്രധാന വാർത്താ മാധ്യമങ്ങളിലൊന്നും വന്നതായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളിൽ ശരിയായി ഈ വാർത്ത കൊടുത്തിരുന്നു. ഈ നടക്കുന്ന കൊലപാതകം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഈ കൊലപാതകം അതിദാരുണ്യമായ സംഭവമായിരുന്നു. സംഭവം നടന്ന സ്ഥലത്തെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി. ഈ കൊലപാതകം ചെയ്ത കൊലയാളികളെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ പോലീസിൽ അവർ സമ്മർദ്ദം ചെലുത്തി. തെളിവുകൾ ശേഖരിച്ച് പോലീസ് നടപടികൾ ആരംഭിച്ചു. ഒരു വയസ്സായ ഉമ്മ അടുക്കള ഭാഗത്ത് ചോരയൊലിച്ച് മരണപ്പെട്ടു കിടക്കുന്ന ചിത്രങ്ങൾ നിങ്ങളിൽ പലരും വാട്സപ്പിലൊക്കെ കണ്ടിരിക്കും. ഞാനും കണ്ടിരുന്നു. ആദ്യം ഒരാൾ അയച്ചു തന്നതിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരണം എന്നായിരുന്നു. വേറൊരു ഗ്രൂപ്പിലാണ് ഹിന്ദി കച്ചവടക്കാർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നവർ ചെയ്ത പണിയാണിതെന്നും അതുകൊണ്ട് തന്നെ അത്തരക്കാരെ വീടുകളിലേക്ക് കയറ്റരുത് എന്ന രീതിയിലായിരുന്നു ആ വാർത്ത. ഏകദേശം 55 വയസ്സുണ്ടായിരുന്നു വളരെ മൃഗീയമായി കൊല്ലപ്പെട്ട ആ ഉമ്മാക്ക്. സത്യത്തിൽ ഈ കൊലക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് അറിയുമ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ വലിപ്പം നമുക്ക് അറിയാൻ കഴിയുക. ആ വിവരം അറിയുമ്പോൾ ആരും ഒന്ന് ഞെട്ടിപ്പോകും. അതെ, സ്വന്തം മരുമകളും അവളുടെ അനിയത്തിയുമാണത്ര ഇതിന് പിന്നിൽ. ഈ കൊലപാതകം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് പോലീസ് പിടികൂടി. ഈ കൊലപാതകം നടത്താനുള്ള കാരണം, എങ്ങനെയാണ് കൊല നടത്തിയത് എന്നെല്ലാം അറിയുമ്പോഴാണ് അടുത്ത ഞെട്ടൽ. ഈ കൊലപാതകവുമായി വാട്സപ്പിൽ കുറച്ച് ഓഡിയോകൾ കിട്ടിയിട്ടുണ്ടായി, അതൊന്ന് കേൾക്കാം. അപ്പോൾ അണ്ണന്മാരൊന്നല്ലാന്നോ, സ്വന്തം മരുവോള് ചെയ്തിക്കാണ്. മരുവോളും അനുസത്തിയും പാടെ ചെയ്തിക്കാണ്. മരുവോള് അനുസത്തി എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളുടെ മരുവോളാണ്. എൻ്റെ ആങ്ങളുടെ കുട്ടി, എൻ്റെ ആങ്ങളുടെ മരുവോളാണ്. ഇപ്പൊ ദണ്ട മരുവോളെ ഈ അമ്മായിമാനെ കൊന്നീല് ഒരാള് പിടിച്ചിക്കണെന്നു വെറുതെ നാട്ടുകാരെ പുതപ്പുള്ളവരൊക്കെ വെറുതെ പറയാണ്. കടച്ചോൻ കാക്കട്ടെ. ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ്, ദൂരൊന്നല്ല. എന്താണ് വെറുതെ കച്ചവടക്കാരെ പറഞ്ഞുണ്ടാക്കുകയാണ്. കച്ചവടക്കാരൊന്നും ചെന്നിട്ടുമില്ല. ചെന്നിക്കണ കച്ചവടക്കാരായില്ലേ, പക്ഷെ ഓലല്ല, സ്വന്തം മരുമകള് ചെയ്തിക്കാണ്. മരുവോളും അനുസത്തിയും. അതായത് മരുവോള് അനുസത്തി വന്നിട്ട് എൻ്റെ ആങ്ങളുടെ മരുവോളാണ്. എൻ്റെ ആങ്ങളുടെ മരുവോൾക്ക് 2 മക്കളുണ്ട്. മരുവോൾക്ക് പിന്നെ അമ്മായിമാനെ കൊന്ന ഓൾക്കും കുട്ടികളുണ്ട്. മാപ്പിള ഗൾഫിലാണ്. അപ്പോൾ ഓല് കാട്ടിയതാണ് സ്വർണം ചെന്ന് അമ്മായിമാനോട് ചോദിച്ചിട്ട് അമ്മായിമ്മ കൊടുക്കാത്ത ദേശീയത്തിന് തലക്ക് ചുറ്റി കൊണ്ട് അടിച്ചിട്ട് കൊന്നിട്ട് പൊയ്ക്കുകയാണ്. കൂലിപ്പണി എടുക്കണവരാന്ന്. മകൻ ഗൾഫിലാണ്. ഇപ്പം ഇന്ന് 11 മണിക്കാണ് ഓൻ എത്തുന്നത്. എന്താ കാട്ടുകാരെ വെച്ചിട്ടൊരു പുറത്തല്ല. മയ്യത്ത് രാത്രി സംസ്കാരം കഴിഞ്ഞിട്ടാണ് മറ ചെയ്തിക്കണത്. പക്ഷെ മകന് എത്തിയിട്ടില്ല. 2 മക്കൾ പെൺകുട്ടികൾ, 3 മക്കളാ, ഒരാണും 2 പെണ്ണും. പെൺകുട്ടികളെ 2 കെട്ടിച്ചേക്കണ്. മൈമൂനയാണ് പേര്. ഞങ്ങളൊക്കെ സ്വന്തക്കാരാണ്. പറഞ്ഞിട്ട് എന്താ കാട്ടുക. സ്വന്തം മരുമകളാണ് ഇപ്പൊ ചെയ്തിക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ കഥ പറയണം. സമാധാനമില്ലാന്നോ കണ്ടിട്ട്. ഒരു എന്താ പറയാ, ഇന്നലെ 4:30 ചെയ്ത പണിയാണ്. ഇപ്പൊ ദൂരുണ്ട് സ്റ്റേഷനിൽ. ഇപ്പൊ ഓന് എത്തേണ്ടി വരും. എത്തിയിട്ടാണ് ഇപ്പൊ ഓലെ കൊണ്ടുപോയി. അപ്പൊ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല, വിടരുത് പോലെയൊന്നും. ഇതിലൊക്കെ വിശ്വസിച്ച് കുടുംബത്തെ കയറ്റാൻ പറ്റുമോ? കൈ ഉറക്കണുണ്ടല്ലോ സ്വന്തം അവനാൻ്റെ അമ്മായിമാരും ഞമ്മളമ്മാരും ആയിട്ട് നമുക്ക് എന്താ മാറ്റം? പിച്ചെടുത്തുണ്ടാക്കിയാൽ ഉണ്ടാവൂല മുതലൊരു ജീവനത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ ചിന്തിച്ചു പോയോ? ബംഗാളികളൊന്നും കൊന്നിക്കണത് സ്വന്തം മരുവാളാത്തര കൊന്നിട്ട് പോയിക്കണത്. എങ്ങനെ ഇതൊക്കെ കയ്യർപ്പാവലെ?
ഈ പെണ്ണ് 2-3 ദിവസം മുമ്പ് ഉമ്മാനോട് ചോദിച്ചിനത്രേ, അതിന്റെ ഇളച്ചൻ ആരോ ഇതിവിടെ ജയിലിലാണെന്ന്. അപ്പൊ അതിനിറക്കാൻ കുറച്ച് പൈസ വേണം പണ്ടം തരാന്. അപ്പൊ തള്ള ചീത്ത പറഞ്ഞിക്കണ്, ഇളച്ചനെ ആരിറക്കാനായാലും ഞാൻ പണ്ടം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തെറ്റി തല്ലൂടിയൊക്കെ പൊയ്ക്കണ് പെരേക്കുന്ന്. പിന്നെ മിഞ്ഞാന്ന് വന്ന് അതും അതിന്റെ അനിയത്തിയും പാടെ എത്ര വന്നത്. വന്ന് ചോദിച്ചപ്പോ പിന്നെയും തരൂല എന്ന് പറഞ്ഞപ്പോ കുക്കർ കൊണ്ടൊക്കെ അടിച്ച് ശരിയാക്കിയിട്ട് ചെവി കരിഞ്ഞ് പോയിക്കണ്. ഒരു പുതപ്പേനൊക്കെ പിടിച്ചിക്കണ്. അപ്പൊ അയാളൊന്നും അല്ല. മയ്യത്തെടുത്തതിന്റെ ശേഷം പോലീസ് നായിനെയും കൊണ്ടൊക്കെ വന്ന് നോക്കിയപ്പോ മരിയോളെ അനിയത്തിനെയാണ് പിടിച്ചിക്കണ്. മുഹമ്മദ് മൈമൂന ദമ്പതിമാർക്ക് മൊത്തം 3 മക്കളാണുള്ളത്, 2 ആണും 1 പെണ്ണും. ഇവർ 3 പേരും അവരുടേതായ കുടുംബങ്ങളുമായി പലയിടത്തും ജീവിക്കുന്നു. കൊല ചെയ്തവരെ പോലീസ് അന്വേഷിക്കുന്ന സമയത്താണ് ചിലരിൽ നിന്നും ആ കേസിന്റെ വഴിത്തിരിവായി ആ വിവരങ്ങൾ നൽകിയത്. മരിച്ചു കിടക്കുന്ന മൈമൂനയുടെ ശരീരം പരിശോധിച്ച പോലീസിന് ആ കാര്യം മനസ്സിലായി. ശരീരത്തിലുണ്ടായിരുന്ന 6 പവൻ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് പുതപ്പ് വിൽക്കാൻ വന്ന അന്യസംസ്ഥാനക്കാരനെ പോലീസ് പ്രത്യേകം ചോദ്യം ചെയ്തത്. പക്ഷേ സത്യം എന്നത് വേറൊന്നായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ പറഞ്ഞു ഇവിടെ 2 ബുർക്ക ധരിച്ച സ്ത്രീകളെ കണ്ടെന്ന്. അങ്ങനെ അത് ആരാണെന്നറിയാനാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിലാണ് മൈമൂനയുടെ രണ്ടാമത്തെ മരുമകൾ ഹൈറുന്നീസയെയും ഹൈറുന്നീസയുടെ അനുജത്തിയെയും പോലീസ് പിടിക്കപ്പെടുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പോലീസ് ആ സത്യം അറിഞ്ഞു. ഈ 2 പേരാണ് മൈമൂനയെ ഇത്രയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതെന്ന്. അതിലും വലിയ ഞെട്ടലായിരുന്നു അടുത്ത സത്യം അറിഞ്ഞപ്പോൾ ഉണ്ടായത്. ഈ കൊല നടത്തിയത് നഷ്ടപ്പെട്ട ഈ 6 പവൻ സ്വർണത്തിന് വേണ്ടിയായിരുന്നു എന്ന്. മൈമൂനയും ഭർത്താവ് മുഹമ്മദും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മുഹമ്മദ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും മുമ്പ് പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് അയൽവാസികൾ ചേർന്ന് വാതിൽ തകർത്ത് ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അടുക്കളയിൽ കഴുത്തറത്ത നിലയിൽ കൊല ചെയ്യപ്പെട്ട മൈമൂനയാണ് കണ്ടത്. 6 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തോടെ പ്രദേശത്ത് വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേവാല ഡിവൈഎസ്പി ജയപാലന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇവർ 2 പേരും ചേർന്ന് മൈമൂനയെ കൊന്നത് എന്നതിലേക്ക് വരാം. ഈ മൈമൂനയുടെ മരുമകൾ ഹൈറുന്നീസയുടെ അനിയത്തിയുടെ ഭർത്താവ് ജയിലിലാണ്. കഞ്ചാവും മയക്കുമരുന്നും കൈവശം വെച്ചതിനാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. ഈ ആളെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ ഒരുപാട് ക്യാഷ് വേണം. അതിനായി ഇവർ 2 പേരും മൈമൂനയെ ബന്ധപ്പെട്ടിരുന്നത്രേ. പക്ഷെ മൈമൂന കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് മൈമൂനയെ കൊലപ്പെടുത്തി ശരീരത്തിലുള്ള 6 പവൻ സ്വർണം തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്യുന്നതും അത് നടപ്പിലാക്കിയതും. കൊലയ്ക്ക് ശേഷം ഇവർ കേസ് വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് പല അടവുകളും ചെയ്തിരുന്നു. മൈമൂന മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് 2-3 ബീഡി കഷ്ണങ്ങൾ ഇട്ടിരുന്നു. അത് ഒരു പുരുഷനാണ് ഇത് ചെയ്തത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കേസ് വഴി തിരിച്ചു വിടാനും വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നത് നമുക്ക് വ്യക്തമല്ലേ. ആ സ്ത്രീകളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ. സത്യം പറഞ്ഞു. അതേമാതിരി ഇജ്ജും പറയുകയാണെങ്കിൽ പറഞ്ഞതാ. നിങ്ങൾ 3 എന്തായാലും കഴിച്ചില്ലാവില്ല രണ്ടാളും. നിങ്ങൾ 2 വന്നിട്ടാണ് ചെയ്തത്. ഒറ്റയ്ക്ക് ആളെ അടിച്ച് ഓടടിച്ചു. ചുരി തൊട്ടി ഒറ്റടി ഉച്ചടിച്ചു ഓടടിച്ചു. ബാക്കിയൊക്കെ കൈകാര്യം ചെയ്ത് ഇജ്ജു ആണല്ലേ. പിന്നെ അന്നെ കൊണ്ട് കൊടുക്കണമെന്നുള്ള ഓർക്ക് ആഗ്രഹമുണ്ടോ? കൂടെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക് ഉണ്ടാക്കുമ്പോൾ വൈരാഗ്യം ഉണ്ടാക്കണം. അയാൾക്ക് എന്നിട്ട് പിന്നെ കൊടുക്കണം. മാഡം നീ സാപ്പിടുക മാഡം. എല്ലാം വേറും ഇന്നലെ ഓട്ടോറിക്ഷ വന്നത് 2 ഓട്ടോറിക്ഷ വന്നത്. ഓട്ടോറിക്ഷ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം കണ്ടത്. കൊണ്ട് ഞാൻ ഇതിലേക്ക് കയറിയത് എന്ത് തെളിവ് തരാണെങ്കിലും ഞാൻ പറയുന്ന മനസ്സിലായി. പോലീസുകാർ പറയുന്ന മനസ്സിലായി. ഞങ്ങൾ പറയുന്ന മനസ്സിലായി. ഞാൻ ഇതിലേക്ക് കയറിയിട്ടില്ല. കാക്ക ഞങ്ങൾ കാല് മുട്ടുവല്ല. ചെയ്തിട്ടില്ല. ഞാൻ പാടത്തിലോ ഇത് സോപ്പ് തട്ടിയത് നിങ്ങൾ പല്ല് തട്ടിയത് ഏത് ലാബിൽ പറയുകയാണെങ്കിലും ഞാൻ നിങ്ങൾ പറയുന്നത് ചെയ്യാം മാഡം. നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തോളി മാഡം. ഞാൻ ചെയ്യാൻ വരുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ല.
വീഡിയോ നമ്മൾ വീഡിയോ വാങ്ങിക്കുന്നു. വീഡിയോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ആരും പറഞ്ഞ വീഡിയോ വാങ്ങിയത്? ഞാൻ ഏത് കടയിലെ വീഡിയോ വാങ്ങിയെന്ന് തെളിവ് തന്നാണ് ഞാൻ ഏത് കടയ്ക്ക് എടുത്ത് വീഡിയോ വാങ്ങിക്കുന്നതെന്ന്. നിങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ പറയും ഞാൻ വാങ്ങിയ വീഡിയോ വാങ്ങി കടയ്ക്ക് നിങ്ങളിന്റെ കൊണ്ടോക്കി ഈ കുട്ടി ഇവിടുന്ന് വീഡിയോ വാങ്ങിക്കണം അയാൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാനൊക്കെ സമ്മതിച്ചാൽ എന്നെ ഏത് കടയിൽ നിന്ന് വീഡിയോ വാങ്ങി നിങ്ങൾ പറയുന്നത് ആക്കാം. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ കുഞ്ഞു മക്കളോടുണ്ട്. വേണ്ട ഇപ്പൊ എനിക്ക് അങ്ങനെ എനിക്കിപ്പോ എന്റെ മൂത്തച്ഛനെ പറയാൻ പറഞ്ഞാ സാറ് എനിക്ക് എന്റെ മൂത്തച്ഛനെ പറഞ്ഞൂടെ? തെളിവുണ്ടെങ്കിൽ കൊണ്ടേക്കോളി. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ തന്നെ കൊണ്ടോട്ടി. ഞാൻ വരാൻ റെഡിയാണ് കാക്ക. ചെയ്തിട്ടില്ല കാക്ക. ആയിക്കോട്ടെ മേഡം എന്നെ വിടണ്ട. ഞാൻ ചെയ്തിട്ടില്ല. ഒക്കെ കാണിച്ചോട്ടെ. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ നമ്പർ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നമ്പറിന് ഞാൻ ആക്കിയിട്ട് ഫോൺ ചെയ്തിരിക്കണേ ഏത് ലൊക്കേഷനാണ് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിക്കോളി. പിന്നെ എന്തിനാ മേഡം നിങ്ങൾ ഇവിടെ എത്തിക്കണേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ അടിച്ചേൽപ്പിച്ചണം. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയാൻ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്തതുകൊണ്ടുള്ള ഈ നാട്ടിൽ എത്ര കുടുംബത്തിലും ഈ നാണിയപ്പന്റെ കുടുംബത്തിലും മറ്റുള്ള കുടുംബത്തിൽ എത്ര ആളുണ്ട്? ഞാൻ വന്നിട്ടില്ല. ഞാൻ താത്താനെ കൂട്ടിട്ട് വന്നിട്ടില്ല. ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി തെളിവ് നിങ്ങൾ തന്നെ നിങ്ങൾ പറയണം എന്നാ ചെയ്യാം. ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറി തെളിവ് വീഡിയോ കാണിച്ചു തരികയാണെങ്കിൽ ഇത് കാണിച്ചാൽ നിങ്ങൾ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഇതിനുള്ളിൽ വന്നിട്ടില്ല. ഞാൻ വന്നിട്ടില്ല. കൊണ്ടുപോയിട്ട് നീங்க என்ன பண்றது பண்ணிக்கிறீங்க. நான் சொன்ன மாதிரி மருந்து இருக்குல்ல போட்டுருங்க. வேணா நான் கொண்டாந்து தரேன் நம்ம வீட்டுல இருக்கு. കാലത്തെ ഇത്തരക്കാർ ഇത്ര മോശമാക്കി എന്നതിന് വേറൊരു ഉദാഹരണം വേണോ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൊലപാതകം. മനുഷ്യർക്ക് മനുഷ്യൻ തന്നെ വില കാണാത്ത കാലം. നമുക്കിവിടെ കാണാം രക്തബന്ധത്തിനൊന്നും ഇന്ന് ഒരു വിലയുമില്ലെന്ന്. അതാണല്ലോ ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത്. എല്ലാം പണം പണം എന്ന ഒരു ബിന്ദുവിൽ എത്തിച്ചേരുന്നു. അതിന് മാർഗ തടസ്സമുള്ളതെല്ലാം ഇല്ലാതാക്കും. അതാണല്ലോ നാം ഇന്ന് കാണുന്നതെല്ലാം.